എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 1/2 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡെക്കറേറ്റിംഗ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1/2 kg കേക്ക് ചെയ്യുന്ന റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. ഇത് വന്നിട്ട് നമുക്ക് ലവ് ഷേപ്പിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. വാലൻറ്റൈൻസ് ഡേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് അവളുടെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെനിക്ക് അവൾ ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പൊന്നും എനിക്ക് ലവ് ഷേപ്പ് കേക്ക് ചെയ്തിട്ടുള്ള യാതൊരു പരിചയവുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് 4ആയിട്ട് ആദ്യം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരേ അളവിൽ. എന്നിട്ടാണ് ഇതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിത് ചെയ്ത് വന്നപ്പോൾ ഒരു സൈഡ് കൊണ്ട് കുറച്ച് കയറിയും ഒരു സൈഡ് കൊണ്ട് കുറച്ചതായിട്ടൊക്കെ ഒരു ഡിഫറൻറ്റ് തോന്നി. 2 സൈഡ് 2 ഷേപ്പായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒരുവിധം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടും കറക്റ്റ് ആ ലവിൻ്റെ ഷേപ്പ് എനിക്ക് വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു നൈഫ് എടുത്ത് നമ്മുടെ ലവ് ഷേപ്പിൻ്റെ ഏറ്റവും മേൽഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എങ്കിലേ നമുക്ക് ഒരുവിധമെങ്കിൽ ആ ഒരു ലവ് ഷേപ്പ് തോന്നണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഈ രീതിയിലെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചതേ അല്ല. പക്ഷേ എന്നെക്കൊണ്ട് വിധമെങ്കിലും ചെയ്തെടുക്കാൻ സാധിച്ചതിന് എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ അവളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ എനിക്കിത് ചെയ്യാൻ അറിഞ്ഞൂടാ എന്ന്. അവൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ കുഴപ്പമില്ല, നീ നിന്നെക്കൊണ്ട് പറ്റും പോലെ എനിക്ക് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാനിത് ചെയ്തത്. പക്ഷേ ഒരുവിധം എന്തായാലും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വർക്കും ചെയ്തല്ലേ പഠിക്കുന്നതല്ലേ. അപ്പോൾ ആ രീതിയിൽ ഞാനങ്ങ് ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കേക്കിൻ്റെ പൊടിയും കുറച്ചൊന്ന് മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോണ്ടൻ്റിൽ ലവ് ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഷേപ്പ് കട്ടർ ഉപയോഗിച്ച് ഒന്നുമല്ല കേട്ടോ കട്ട് ചെയ്ത്, നമ്മൾ അല്ലാതെ ഞാനൊരു ബോർഡിൽ ഇതിൻ്റെ ഷേപ്പ് വെട്ടിയെടുത്തതിന് ശേഷം അത് ഫോണ്ടൻ്റിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രം. അങ്ങനെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫോണ്ടൻ്റ് ഇങ്ങനെ കമന്ന് കിടക്കും പോലെയൊക്കെ തോന്നി. അത് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ബേക്കിൽ നമ്മുടെ ഈ സ്ട്രോ ഇല്ലേ അതിനെ ഒന്ന് 3ആയിട്ട് കട്ട് ചെയ്ത് ഈ 3 ലവ് ഷേപ്പിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇത് കുഴപ്പമില്ല, ഇങ്ങനെ ചരിഞ്ഞ് വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.